മിസ്കിന് മൂപ്പര് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിട്ടാന്ന് വെച്ചാൽ ഞാനിട്ട് വിളിക്കലുമില്ല. അപ്പൊ ഞാൻ അബുദാബിയിൽ ജയിലിൽ പിന്നെ ഈ പാസ്പോർട്ട് സംബന്ധമായ കണ്ണ് സംബന്ധമായ പ്രശ്നം ഞാൻ ഉസ്താദിനോട് പറഞ്ഞില്ല. അത് അടക്കം ഹക്കീം അസീറിന്റെ അടുത്ത് ന്യൂസ് അദ്ദേഹം ഇവനോട് പറഞ്ഞുകൊടുത്തിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ജയിലിൽ കിടന്നതും അടക്കം എല്ലാ കഥകളും പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പിന്നെ പിന്നെ നമ്മളൊരു സജീവമായിട്ടുള്ള ആളൊന്നുമല്ല. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പിന്നെ മറ്റുള്ളവരെ അറിയുന്നൊരു ശരിയല്ലല്ലോ. ഞാനൊന്നുമില്ല. അത് ചിലപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഞാൻ മെല്ലെ അവിടെ മെല്ലെ വിഷയം മാറിയിട്ടിങ്ങ് വന്നു. എനിക്ക് സത്യത്തിൽ കേട്ടപ്പോ ഭയങ്കര പ്രയാസം. കാരണം ഇങ്ങനെ അത് മൂപ്പർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാനില്ലെങ്കിൽ അറിയുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കാമല്ലോ. ഇത് പ്രായവും പക്വതയും വിവരമുള്ള ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഇത് പറഞ്ഞ് കണ്ടില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ഒരു ഫിത്തിനാന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ സാറേ. എനിക്ക് എന്തോ ഏതായാലും ഇവനുള്ള പറഞ്ഞാണോ ഇല്ലാത്ത പറഞ്ഞെന്ന് അറിയേണ്ടിട്ട് ഞാൻ മൂപ്പരെ നേരിട്ട് വിളിച്ചു. ഹക്കീമിനെ വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സത്താർ മലൂബാരി ഉണ്ടല്ലോ, അബ്ദുൽ സത്താർ മലൂബാരി ഉണ്ടല്ലോ, മൂപ്പരെ ഒന്നായിട്ട് നടക്കുന്നത്. എല്ലാവരുടെ നമ്പറും കയ്യിലുണ്ട്. അതുകൊണ്ട് സത്താറിനെ വിളിച്ചു. അപ്പൊ സത്താർ ഒരു സിദ്ദീഖിന്റെ നമ്പർ വന്നു. അങ്ങനെ സിദ്ദീഖാണ് ഇയാളെ ഹക്കീമിന്റെ നമ്പർ വരുന്നത്. അപ്പൊ നമ്പർ നോക്കുമ്പോ സൗദിയിലല്ലോ മൂപ്പര് ഹക്കീം. അപ്പൊ ഞാൻ സൗദിയിൽ വിളിച്ചു. സൗദിയിൽ വിളിച്ച് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം അബ്ദുൽ ഹക്കീം ഉസ്താദ് സുഖാണെന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ജിഷാനാണ് ഖത്തറിന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഖത്തറിനാന്ന് പറയലും ഫോണ് കട്ട് ചെയ്യൽ ഒരുപോലെയാണ്. അപ്പൊ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്നിട്ടൊരു മോശമായ പിന്നെ എന്താ പറയണ്ടേ എന്നവിടെ വെച്ചില്ല. ഞാൻ ചിലപ്പം കട്ടായിപ്പോയതാണെന്ന് കരുതിയിട്ട് പിന്നെയും വിളിച്ചു. അപ്പൊ വീണ്ടും കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു, വീണ്ടും കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു, വീണ്ടും കട്ട് ചെയ്തു. അപ്പൊ പിന്നെ കള്ളത്തരം ഏതായാലും ഉണ്ട് ഉറപ്പായിരുന്നു. പിന്നെ അതിന് പിന്നെ പ്രത്യേകിച്ച് സേനത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും ഇവരിങ്ങനത്തെ പണി എടുക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഇവര് കളിച്ച് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഉസ്താദിനോട് പറയാൻ പോയത് പിന്നെ നമ്മളെ മർക്കസ് കോംപ്ലക്സ് ഇല്ലേ കോഴിക്കോട്, അവിടെ ഉള്ളൊരു ബാപ്പു ആജിയോ അല്ലെങ്കിൽ പിന്നെ ഏതൊരു ആജി ഉണ്ടോ മറ്റേ കൊടുവള്ളിയോ മലപ്പുറത്തുള്ള നമ്മുടെ കാര്യമായിട്ടുള്ള അയാൾക്ക് എന്താ സ്ഥാപനമായിട്ടുണ്ട് അതിന്റെ അടുത്ത്? കോംപ്ലക്സിന്റെ അടുത്ത് നമ്മളെ നേതാക്കന്മാരായിട്ടൊക്കെ അടുത്ത ബന്ധുക്കളാണെന്ന് പറഞ്ഞു. അത് ഇയാള് ബോംബെയിലായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അപ്പം ബോംബെയിലുള്ള നമ്മള് പിന്നെ ഒരു പരിചയമുള്ള ഒരു ബാക്കി ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ അയാള് എന്തോ ഇങ്ങനെ ചെറുങ്ങനെ ഈ ജാലിയൻവാലിനെ പറ്റി സൂചിപ്പിച്ചിരുന്നേ. അപ്പൊ ഇത് ഹക്കീമിനോട് ഇയാൾ ചോദിച്ചു പോലോ ഈ ജാലിയൻവാലിനെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹക്കീം അതിന് പറഞ്ഞു കൊടുത്ത മറുപടി ആവുമല്ലോ, പിന്നെ അത് ജാലിയൻവാലിനെ പറ്റിയിട്ട് നമുക്ക് പണ്ടേ നല്ല അഭിപ്രായം ഇല്ല, അതിൽ വലിയ കഴമ്പൊന്നുമില്ല, പക്ഷെങ്കിൽ അടിസ്ഥാനമുള്ള മുടി കിട്ടിയപ്പോഴാണ് നമ്മൾ വള്ളിപ്പണി തുടങ്ങിയത്. ഇതൊരു നാടനോട് വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അടിസ്ഥാനം ഇല്ലാത്തതിന്റെ സേനതാ വായിച്ചെന്നല്ലേ പിന്നെ ചോദിക്കുക. പിന്നെ ഇങ്ങനെ 900 പ്രശ്നം. ഇപ്പൊ ഒമാനിന്ന് ഓൺലൈനിൽ എന്നോട് ഇപ്പൊ ഉസ്താദിനെ വിളിക്കുന്ന 5 മിനിറ്റ് ഉണ്ട്. ഓന്റെ മെസ്സേജ് കൂടി കണ്ടവരെല്ലാം കൂടി തലക്ക് ചൂടായിട്ട് ഞാൻ ഉസ്താദിനെ വിളിച്ചത്. ആടെ മൊത്തത്തിൽ ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ, അതിന്റെ സേനത ഉണ്ടാക്കിയതാണ്, എന്താ അതിന്റെ വിഷയോ, എന്താ ആരും അനങ്ങാത്ത. ഞാൻ എന്ത് പേരോട് ഉസ്താദ് എന്നോട് വണ്ടി ചോദിക്കലുണ്ട്, ഇനി സമസ്തന്റെ ആരും ഒന്നല്ല പിന്നെ ഇങ്ങനെ ബേജാറാണ്. എന്നാലും കേൾക്കുമ്പോൾ ഒരു ബേജാറുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ. അപ്പൊ എന്താ ഉസ്താദ് ഇതിനൊക്കെ ചെയ്യണ്ടേന്? നൗഷാദ് ഹസനി കുറെ പറഞ്ഞായിരുന്നു. അവസാനം മൂപ്പര കുറച്ച് റെസ്റ്റ് കിട്ടിയപ്പം ഇനിയിപ്പോ ഹക്കീം അസീർ തുടങ്ങാണ്. സത്യത്തില് മറ്റേ നമ്മുടെ നസീർ അസീരിക്കൊക്കെ ശക്തമായ രോഷമുണ്ട്. പിന്നെ സുന്നത്തമായത്തിന്റെ ഒരു പൊതുവായ ഒരു പിന്നെ എന്താ പറയണ്ട ഒരു പിന്നെ ഗുണത്തിന് വേണ്ടിയിട്ട് മൂപ്പരും അവനും പാലിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനെന്നിട്ട് ഒരാളോട് പറിച്ച് നമ്മള് വേദന ഇരുണ്ട്. ഞാൻ അവസാനം ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചിരുന്നു.
ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ ഉള്ള ബഹുമാനത്തോടെ തന്നെ പറഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു ഉസ്താദെ നിങ്ങളൊന്ന് മൂപ്പരൊന്ന് കണ്ടാ പറഞ്ഞെടുത്തേക്ക്. പിന്നെ മറ്റേ ഈ ചങ്ങായി ഉണ്ടല്ലോ ആര് മറ്റേ തോട്ടുമുക്കോ അങ്ങനെ മലയമ്മ അങ്ങനെ കുറെ തോട്ടുമുക്കോ മലയമ്മ സദാസൊക്കെ മർക്കസിന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവസാനം ചീത്ത വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ സ്ഥാപനത്തുനിന്ന്. എന്നിട്ട് സുന്നത്തമായിട്ടുള്ള ഒരു കൂറുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താ പറയണ്ടേ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സത്യമായിട്ട് അന്ന് പറഞ്ഞില്ല. ഞാൻ ബോംബെ പോയി വന്ന കാര്യം ആകെ ഉസ്താദിനോട് വേറെ ഉസ്താദിനോടും കൊളത്തൂർ ഉസ്താദിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇവരിത് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. പിന്നെ എന്താ പറയണ്ടേ ഉസ്താദായിട്ടൊന്നും ബന്ധമില്ലേ എളുപ്പം ഹക്കീം? അത് ശരി അങ്ങനെ. മറ്റേ സ്ഥലയിലെന്താ കൺഫേം ആയിക്കോ? സ്ഥലയിലെന്തെങ്കിലും ആയിക്കോ? ഇനിയിപ്പോ ഇനി ആകെത്രയല്ലേ ദിവസമുള്ളൂ? സ്ഥലം പള്ളി എടുക്കുന്നതിന്റെ സ്ഥലം അത് ശരി. അതിന്റെ സ്ഥലം ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല. അത് ശരി. ഇയാള് വരുന്നുണ്ടോ ജാരിയവാല? അയാൾ അറിയാണ്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ പറയാൻ. ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാൾ തൽക്കാലം പ്ലാസ്റ്റർ ഇട്ട് തിരിച്ചാൽ മതി. കാരണം മൂപ്പർക്ക് ഗുരുഹുല്ലാഹ് വരെ ഓടാൻ അറിയില്ല. മൂപ്പരാണ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു മോതിരം തന്നിട്ട് കുസ്ദുസാവ് ഓതണം. മൂപ്പർക്ക് അതിന്റെ മഹ്റജ് കുസ്ദുസാവ് ഓതണം എന്നോട് പറഞ്ഞു 3 വട്ടം. ഒരു മോതിരം വെള്ളിത്തകിടും തന്നിട്ട് ഞാനന്ന് ഉസ്താദിനോട് പിന്നെ കോളേജിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടില്ലേ ഈ സാധനം. അത് എന്നോട് പറഞ്ഞ തകിട് മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഒരാളെ തോളത്ത് തട്ടിയാല് നിങ്ങളെ ഉദ്ദേശം നടക്കും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് തമാശക്ക് വെച്ചിട്ട് ലൂലു മറ്റേ ഇതുണ്ടല്ലോ യൂസുഫ് അലി സാഹിബിന്റെ മോളെ കെട്ടണം നേട്ടം വിചാരിച്ചാലേ അന്നിയാള് മോതിരം വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാ 3 തീൻ ബാർത്തും കുൽഹുല്ലാഹ് പടും. അതായത് കുൽഹുല്ലാഹ് എന്നാ എനിക്ക് പിന്നെ മനസ്സിലായേ. പിന്നെ പറഞ്ഞ് അസിനി പറഞ്ഞ ശരിയാണ്. അസിനി പ്രസംഗത്തിൽ മലപ്പുറത്ത് നിന്ന് പറഞ്ഞിരുന്നു 30 ഉറങ്ങിയിട്ടില്ല. കാരണം അത് ശരിയാണ്. ഞാൻ അന്വേഷിക്കുമ്പോൾ പിന്നെ വൈകുന്നേരം 6 മണി മുതൽ പിന്നെ പുലർച്ചെ 4 മണി വരെയാണ് മൂപ്പര് ഈ പിന്നെ ഇതിന്റെ ബിസിനസ് കട നടക്കുന്നത്. മൂപ്പരെയാണ് ഇപ്പോഴും പിന്നെ വലിയും ഷെയ്ഖും ഒക്കെ ആക്കിയിട്ട് കുറെ ആളും കൊണ്ടു നടക്കുന്നത്. അള്ളാഹു അല്ലേ ഞാൻ എന്താ പറയും. ഒരു പ്രശ്നം ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞ സ്റ്റാൻഡ് ഇട്ടല്ല. അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റ കേസുമില്ല. നമുക്കൊരാള് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞ് തന്നു. നമ്മൾ ആ നിലക്ക് ഇതാത്ര കഥ കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല. ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങോട്ട് മറ്റേ ഇയാള് വരുവോ ഹസ്രജി? അതൊന്നും അറിയില്ല. ശരിക്കുള്ള പിടിക്കണ്ട. അല്ല ഞാനിങ്ങനെ എനിക്ക് കേട്ടപ്പോ ഹക്കീമിന്റെ വിഷയം കേട്ടപ്പോ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കാരണം നമ്മളിത് പരമാവധി എന്താ പറയണ്ടേ നമ്മളാളുകളെ പിന്നെ സംശയം ഉണ്ടാകുന്ന ആളുകളുടെ സംശയം നമ്മൾ ഈ വിഷയത്തിൽ പിന്നെയും തീർക്കാനാ പോകുന്നത്. ഞാൻ ഉസ്താദിനോടൊന്നും പറഞ്ഞില്ല. എന്റെ സ്വന്തം ഉമ്മ പല ചോദ്യത്തിനെ പറ്റിട്ട് എന്റെ ആകെ പ്രയാസത്താകുന്ന ഒരു ഘട്ട. എന്നിട്ട് ഇങ്ങനെയുള്ള ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുത്താൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ കണ്ടാ ഞാൻ അന്വേഷിക്കും. ഇൻഷാല്ല ഏതായാലും ഞാൻ യാത്രയിലായിട്ട് കൂടുതൽ പറയുന്നില്ല. ബാക്കി കുറച്ചും കൂടി ഉണ്ട്. ഇൻഷാല്ല സൗകര്യം ഇതായിരിക്കും. അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉസ്താദ് വിശേഷം? ജിഷാന. അൽഹംദുലില്ലാ.
ഞാനങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓ ഞാൻ അറിയും ഉസ്താദ് മലബാറിൽ ആണ് യാത്ര ചെയ്യുന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടി. എന്തല്ല റാത്ത്? ശരി കൊറേ ഖത്തർ തന്നെയല്ലോ ഉസ്താദ്. ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഞാനിപ്പോ നോമ്പ് വരും. അത് ശരി. ആഹാ ഷെർഫ് വിളിച്ചിനോ? ഷെർഫ് നേരത്തെ വിളിക്കണം ഇങ്ങനെ പറഞ്ഞേനു. ആ ചെറുപ്പം അടുത്ത ദിവസം വിളിച്ചിട്ടില്ല. സൗദിയിൽ പോകാൻ വിചാരിച്ചാൽ ഇത് കിട്ടൂല, ഇതുവരെ അടിച്ചു കിട്ടിയില്ല. അത് ശരി. അതെ മറ്റേ ഭയങ്കര കാറ്റ് പൊടിക്കാറ്റ് പറഞ്ഞു. പൊടിക്കാറ്റുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല പൊടിക്കാറ്റാ. മറ്റേ ബഷീറാജിയാ ചെയ്യുന്നത്? ബഷീറാജിയാ ഉസ്താദിന്റെ വിസിയും കാര്യമെല്ലാം നോക്കുന്നേ? അല്ലല്ല, അത് അവിടെ അലിയാരുണ്ട്. അലിയാര്. അത് ശരി. നിലമ്പൂരിലെ. അത് ശരി. പിന്നെ മറ്റേ ബഷീറാജിന്റെ ബഷീറാജിന്റെ കീഴിൽ ഒരു 5-10 അറബികൾ വന്നിരുന്നു. ഉസ്താദ് അറിയായിരിക്കുമല്ലോ അല്ലേ? അറിയണേ? മൂപ്പര് നാട്ടിലേക്കല്ല, മൂപ്പരെ കൊണ്ട് മറ്റേ തങ്ങൾക്കും ഖലീലങ്ങൾക്കും പിന്നെ വർക്കേഴ്സിന് നല്ലൊരു കിട്ടിക്ക്. ഒരു എത്ര 2.5 കോടിന്റെ ഏറ്റവും എന്തോ പരിപാടി. ഒരു പിന്നെ ഇക്ര ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഓലെ കീഴില് ഉള്ള പിന്നെ 5-10 അറബികൾ വന്നിനു പോലും. അപ്പൊ ഒരു JDT-യിലാണ് വന്നത്. JDT-യിൽ 5-6 കോടി റുപ്യന്റെ എന്തോ പരിപാടി പോലെ ഏറ്റെടുത്ത്. പിന്നെ മർക്കസിലേക്ക് എത്ര 2.5 കോടിയോ 3 കോടി ഏറ്റവും അതുപോലെ തന്നെ ഏകദേശം അത്ര തന്നെ തങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് കണ്ടിട്ടല്ലേ? ഞാൻ വിചാരിച്ചു ഉസ്താദ് ഒന്നായിട്ട് ഉണ്ടാവുന്നുള്ളതായിരുന്നു. ഞാൻ പിന്നെ മൂപ്പരിപ്പോ നാട്ടിലല്ലേ? പിന്നെ യാത്രയിൽ ഇപ്പം സുഖം പറയാൻ പറ്റുന്ന തരത്തിലല്ല ഇപ്പൊ ഉസ്താദ്? ഞാൻ അങ്ങനത്തെ ട്രെയിൻ കയറിയില്ല, വണ്ടിയിലാണ്. നമ്മളെ വണ്ടിയിലെപ്പോഴേ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുകൾ ബുദ്ധിമുട്ടില്ല? ഇല്ലല്ല, എപ്പോ പറയും? എല്ലാ ഉസ്താദ് ഇതേടല്ല പോയിട്ട് എത്തി. ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണേ? ഇല്ലല്ല. ആര്? ഈ ജാലിയ വരെ മർക്കസിൽ വന്നിട്ടുണ്ട്. എന്ന്? ഇയാള് മിഞ്ഞാന്ന് എത്തിയത്. ഇയാൾ എത്തിന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിന് പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകൽ വിളിക്കുമ്പോൾ സെവക്കില് എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോ ഉറങ്ങിപ്പോന്ന ഓടിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇയാള് ആര് കൊണ്ടാന്ന് ഞാനറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാള് വന്ന തന്നെ പിന്നെ ഒരു മുടിയായിട്ടാ പോലെ വന്നത്. ജീലാനി ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാൻ, പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാൻ ഈ എളുപ്പം കൊണ്ടാണ്. എന്നിട്ട് അയിമേൽ കുറെ ആള് അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങളെ ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ. ഇയാൾ എന്തിനാള് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി. ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ പൊന്മൾ ഉസ്താദ് അംജദി ഞാൻ പറഞ്ഞിക്കെന്ന് പറയണ്ട, പൊന്മൾ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിനെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പോലെ. എനിക്ക് യാതൊരു ഇതില്ല. ഞാൻ അവിടെ വെച്ച് ചീത്തറിനേക്കാണ് അജ്ജനെ. ഞാൻ ഒന്നുമില്ല ഉസ്താദ്, ഞാൻ അങ്ങനെയല്ല ഉസ്താദ്. ഞാൻ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ചീത്തറിനേക്കാണ്. എന്നിട്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനും നസീർ അസീരിയും ജിഷാനും SK-ക്കാരെ ചാരൻ എന്നാണ് ഇപ്പൊ ബോംബെയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്നത് വെച്ചാൽ പൊന്മൾ ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ. ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടുമില്ല നോക്ക്, അതിന് പോയിട്ടുമില്ല.
എന്നോട് അവിടെയുള്ള വാക്ക വിസ്താരം പറഞ്ഞപ്പോ ഞാൻ ഉള്ളോണ്ട് ചിരിച്ചു. കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇയാളെന്തേനും ഇതിന്റെ പിന്നാലെ പോന്നെ. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഉസ്താദെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ജാലിയൻവാല അമ്പലക്കടവിന് കൊടുത്ത ഒരു 7 മുടി ഉണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് യാസിനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുവലൊക്കെ പാടിയിട്ടാണ്. അതൊക്കെ ഞങ്ങൾ ഇന്നാള് പറഞ്ഞു. ഞങ്ങളിന്നാള് പിന്നെ ഉസ്താദിന്റെ കൂടിയപ്പോ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ഇന്ന് അറിഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയൻവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യമില്ലാത്ത ഞാൻ കേട്ടത്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും തിരിച്ചു കൊടുക്കുമ്പോ വിശദമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ? അതെന്ന് അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയൻവാലക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലെ ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്ന് ഇവരിപ്പം പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് അമ്മു ജീവനോടുണ്ട്. ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാണെന്ന് ഇവരിപ്പം പറയുന്നത്. ഈ നൗഷാദ് ഹസനി പിന്നെ ആക്കോട് വെച്ചിട്ട് പിന്നെ ഇവര് തിരിച്ചു വാങ്ങിയ മുടി ഉണ്ടല്ലോ, ഇവർ തിരിച്ചു വാങ്ങിയ മുടി ഉണ്ടല്ലോ, മുടി തിരിച്ചു വാങ്ങിയ കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ?